السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن محمد بن كعب رضي الله عنه أنه قال: قال رسول الله صلى الله عليه وسلم: إن أول من يدخل هذا الباب رجل من أهل الجنة. മഹാനായ മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അവ്വല മൻ യദ്ഖുലു ഹാദൽ ബാബ, തീർച്ചയായും ഈ വാതിലിലൂടെ ആദ്യം പ്രവേശിക്കുന്നയാൾ റജുലുൻ മിൻ അഹ്ലിൽ ജന്നഹ്, അയാൾ സ്വർഗക്കാരിൽപ്പെട്ട ഒരാളാണ്, സ്വർഗസ്ഥനായ വ്യക്തിയാണ്. ഫദഖല അബ്ദുല്ലാഹി ബിൻ സലാം, അപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു ആ വാതിലിലൂടെ ഇങ്ങ് പ്രവേശിച്ചു. അപ്പൊ അദ്ദേഹമാണ് സ്വർഗസ്ഥൻ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ ആ സ്വർഗവാസി അബ്ദുല്ലാഹി ബിൻ സലാം ആണെന്ന് വന്നല്ലോ. ഫഖാമ ഇലൈഹി നാസു മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അദ്ദേഹത്തെ കൊള്ളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളിൽ നിന്നും കുറച്ച് ആളുകൾ എഴുന്നേറ്റു. അങ്ങനെ ഫഅഖ്ബറൂഹു ബിഖൗലി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ബിൻ സലാം എന്നവർക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഈ പറഞ്ഞ വിവരം അവർ കൈമാറി. ഇങ്ങനെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ കവാടത്തിലൂടെ, ഈ വാതിലിലൂടെ ആദ്യം പ്രവേശിക്കുന്നയാൾ സ്വർഗവാസിയായിരിക്കും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കടന്നു വന്നത് നിങ്ങളാണ്, അപ്പൊ നിങ്ങൾ സ്വർഗസ്ഥനാണെന്ന് സ്ഥിരപ്പെട്ടല്ലോ. ഫഅഖ്ബിർനാ വഖാലു, അങ്ങനെ അവർ പറഞ്ഞു, ഫഅഖ്ബിർനാ ബിഔസഖി അമലിക ഫീ നഫ്സിക തർജു ബിഹി, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, നിങ്ങൾ സ്വന്തമായി ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും വുസൂഖുള്ള, നല്ല ഉറപ്പുള്ള, പ്രതീക്ഷക്ക് വക നൽകുന്ന, നിങ്ങൾ അതുകൊണ്ട് വിജയം പ്രതീക്ഷിക്കും, അങ്ങനെയുള്ള അമല് ഏതാ ഉള്ളത് എന്ന് പറഞ്ഞു തരണമെന്നു. അപ്പൊ അബ്ദുല്ലാഹി ബിൻ സലാം എന്നവർ പറഞ്ഞു, ഇന്നി ലളഈഫുൻ, തീർച്ചയായും ഞാൻ വളരെ ബലഹീനനാണ്, എൻ്റെ അടുത്ത് അമലും കാര്യങ്ങളൊന്നുമില്ല. വഇന്ന ഔസഖ മാ അർജു ബിഹി, തീർച്ചയായും എനിക്ക് പ്രതീക്ഷ നൽകുന്ന, ഞാൻ പ്രതീക്ഷ വെക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും സുദൃഢമായത് എന്ന് പറഞ്ഞാൽ അതെന്താ? ലസലാമത്തു സ്വദ്രി വതർകു മാ ലാ യഅ്നിനി, ഒന്ന് സലാമത്തു സ്വദ്റ, എൻ്റെ ഹൃദയത്തിന്റെ വിശുദ്ധി, ഹൃദയത്തിന്റെ മുക്തി, എൻ്റെ മനസ്സിൽ ഒരാളോടും ദേഷ്യമില്ല, പകയില്ല, കുനിഷ്ടില്ല, അസൂയയില്ല, അങ്ങനെ ഒരു വേണ്ട ചിന്തകളും എൻ്റെ മനസ്സിലില്ല. എല്ലാവരോടും നല്ല ചിന്തയാണ്, എല്ലാവരെ കുറിച്ചും നല്ല ചിന്തയും അഭിപ്രായവുമാണ്. അപ്പൊ ഹൃദയം ശുദ്ധമാണ്, ഒന്ന് തന്നെ. മറ്റൊന്ന് തെറുക്കുമാലായ അനീനി, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കും, അതിന് തലയിടാൻ പോകില്ല. ഇന്നലെ പറഞ്ഞ പോലെ എൻ്റെ കാര്യങ്ങൾ തന്നെ എന്താണ് ശ്രദ്ധിച്ചാൽ തീരാത്തോളം ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയിട്ടിട്ട്, തലയിടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ, മറ്റുള്ളവർ ഇപ്പൊ സാധാരണ പറയും, മറ്റുള്ളവരുടെ മക്കൾ വേലിയാടുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മളെ മക്കൾ പുറത്തു കൂടെ ചാടിയിട്ടുണ്ടാവും സാധാരണ പറയാറുണ്ട്. അതായത് മറ്റുള്ളവരെ നന്നാക്കുക എന്നുള്ളത് നമ്മളോട് നിർദ്ദേശമുള്ള സംഗതിയല്ല. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം ശ്രദ്ധിക്കുക, മക്കളെ കാര്യം ശ്രദ്ധിക്കുക, ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അതിന് പലർക്കും നേരം ഉണ്ടാവില്ല, അവർ ബാക്കിയുള്ള വിഷയങ്ങളിൽ ഇടപെടുക. അപ്പൊ അതിനെയാണ് ഈ നിരുത്സാഹപ്പെടുത്തുന്നത്. എൻ്റെ അമലുകളിൽ വെച്ച് ഏറ്റവും എനിക്ക് ഉറപ്പുള്ള അമൽ ഏതാ? ഒന്ന്, എൻ്റെ മനസ്സിൽ ഒരാളോടും ദേഷ്യമില്ല, ഒരാളോടും ഒരു വിദ്വേഷമില്ല, ഒരു അസൂയയില്ല, ഒന്നുമില്ല. മറ്റൊന്നോ, ആവശ്യമില്ലാത്ത സംഗതികളൊക്കെ ഞാൻ ഉപേക്ഷിക്കും, ആവശ്യമില്ലാത്തതിൽ തലയിടാൻ പോകൂല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ ഇസ്ലാം അഴകുറ്റിയതാണ്, അതിന്റെ തെളിവാണ് അയാൾ ആവശ്യമില്ലാത്ത സംഗതികളൊക്കെ ഉപേക്ഷിക്കുന്നു എന്നുള്ളത്. മഹാനായ അനസ് എന്നവർ പറയുന്ന ഹദീസിൽ കാണാം, ഉഹദ് യുദ്ധ ദിവസം ഞങ്ങളിൽപ്പെട്ട ഒരാള് ഷഹീദായി. ഷഹീദാകുക പറഞ്ഞ വലിയ അമലല്ലേ, വലിയ പ്രതിഫലമുള്ള സംഗതിയാ. ഫഉജിദ ഫീ അലാ ബത്നിഹി സ്വഖറത്തുൻ മർബൂത്തത്തുൻ മിനൽ ജൂഇ, അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ വയറിന്മേൽ
വിശപ്പിന്റെ കാഠിന്യത്താൽ ഒരു പാറക്കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ അത്രയും ത്യാഗം ചെയ്ത് പോരാടി ഷഹീദായ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ മുഖത്തെ തൊട്ട് ആ മണ്ണൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് തടകിയിട്ട് പറഞ്ഞു, ഹനി അൻലക്കയാ ബുനയ്യ അൽ ജന്ന, മോനെ നീ സ്വർഗസ്ഥനാണല്ലോ, നിനക്ക് സ്വർഗണ്ട്, സന്തോഷിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടു, ഒമാ യുദ്രീഖി, അദ്ദേഹം സ്വർഗക്കാരനാണ് എന്ന് ആരാപ്പ നിങ്ങളോട് പറഞ്ഞത്? ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനീഹി വയംനഉ മാ ലാ യദുറുഹു, അയാൾ ഒരുപക്ഷെ അയാൾ ആയേക്കാം യതകല്ലമു ഫീമാ ലാ യഅനീഹി, അവൻ ആവശ്യമില്ലാത്തതിലൊക്കെ സംസാരിക്കുന്ന ആളായേക്കാം. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടം തന്നെ. അതുകൊണ്ട് അയാൾക്ക് സ്വർഗം ഉറപ്പിക്കാൻ നിങ്ങളാരാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു എന്ന ഹദീസ് പ്രസിദ്ധമാണ്. അപ്പോ ഹദീസിലെ പാഠം ഉൾക്കൊണ്ട് നാം നമ്മിലേക്ക് പരിമിതപ്പെടുക, നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താനുള്ള അമലുകളിൽ വ്യാപൃതരാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.